എല്ലാവർക്കും നമസ്കാരം. സൈക്ലിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന സെക്ഷൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൽ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ അവസാനം പഠിച്ചത് ഏതൊരു സൈക്ലിക് ഗ്രൂപ്പ് എടുത്താലും അതിൻ്റെ എല്ലാ സബ് ഗ്രൂപ്പ്സും സൈക്ലിക് ആയിരിക്കും. ഇതാണ് നമ്മൾ ചെയ്തത്. ആ പ്രൂഫ് ഒന്നുകൂടി നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന രണ്ട് റിസൾട്ടുകളും കൂടെ ഉണ്ട്. അതിലൊന്നാമത്തത് again I will start with a cyclic group. Let G is a cyclic subgroup generated by A. And order of G, which is same as order of this, that is also same as order of A. This is within bracket. Okay, rather I will write so my point is I am taking this as A. This is within bracket. Order of G is equal to N. These are the given things. So that order of any subgroup of G is a divisor of A. ഇതാണ് എനിക്ക് കാണിക്കേണ്ടത്. ഒരു ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഒന്നാമത്തെ ഇതിൽ ഫൈനൈറ്റ് എന്നൊന്നും ഞാൻ അസ്യൂം ചെയ്യുന്നില്ല. ഇവിടെ ജിയുടെ ഓർഡർ എൻ എന്നും കൂടെ എടുത്തിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തേൽ ഞാനത് ജിയുടെ ഓർഡർ എൻ എന്നൊന്നും എടുത്തിട്ടില്ല. അത് ഇൻഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ആയാലും ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് ആയാലും അത് വർക്ക് ചെയ്യും. ഇവിടെ ഒരു ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് എടുത്താൽ അതിൻ്റെ ഏത് സബ് ഗ്രൂപ്പ് എടുത്താലും അതും സൈക്ലിക് ആയിരിക്കും പോയിന്റ് നമ്പർ 7 അനുസരിച്ച്. മാത്രമല്ല അതിൻ്റെ ഓർഡർ ഈ എന്നിൻ്റെ ജിയുടെ ഓർഡറിൻ്റെ ഡിവൈസർ ആയിരിക്കും എന്നുകൂടെയാണ് നമുക്ക് പറയേണ്ടത്. So what is the proof? So if ഏഴിൻ്റെ കണ്ടിന്യൂഷൻ ആണ്, അതിൻ്റെ ഐഡിയ നമുക്ക് ഇവിടെ ആവശ്യം വരും. H is a subgroup of G, then by 7 H can be written as some A raised to M, where what is that? M is the least positive integer with A raised to M belongs to H. ഇതാണ് നമ്മൾ 7 കണ്ടത് അല്ലേ. And what is cardinality of H further? Cardinality of H is equal to cardinality of A raised to M. A raised to M generate ചെയ്യുന്ന സബ് ഗ്രൂപ്പിന്റെ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ A raised to M ന്റെ കാർഡിനാലിറ്റി. What is that? That is cardinality of A. That is N divided by GCD of N and N. Okay, equation 1 എന്ന് വിചാരിച്ചോളൂ. Now by division algorithm, N can be written as the repetition ആണ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട അതിന്റെ repetition ആണ്. സെയിം പ്രൂഫ് തന്നെയാണ്. Then what we will get? We will get A raised to N, which is E അല്ലേ. E എനിക്ക് A raised to N എന്ന് എഴുതാം. കാരണം എയുടെ ഓർഡർ എന്താ? Since order of A is N. നമുക്ക് തന്നിട്ടുണ്ട് order of A is N. Okay, so this is same as A raised to MQ plus R, which is same as A raised to MQ into A raised to R. So this implies A raised to R is same as A raised to MQ. A raised to MQ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? A raised to
minus mq into e, which is a raised to minus mq. This is same as a raised to m raised to minus q. This is an element of H. That implies R is equal to 0 since R is less than m. നമ്മൾ നേരത്തെ കണ്ട കാര്യമാണ്. And by the choice of m. So that implies what? N can be written as mq. R 0 ആയി. R 0 ആയി. അപ്പോൾ എനിക്ക് n നെ mq എന്ന് എഴുതാം. So that implies m is a divisor of n. അപ്പോൾ നമ്മുടെ h ഒരു സബ് ഗ്രൂപ്പ് ആണെങ്കിൽ h എന്ന് പറയുന്നത് a raised to m with m is the least positive integer എന്ന് മാത്രമല്ല ആ m എന്ന് പറയുന്നത് n ന്റെ ഒരു ഡിവൈസറും ആയിരിക്കും. മൊത്തം ഗ്രൂപ്പിന്റെ ഒരു ഡിവൈസറും ആയിരിക്കും. ഇവിടെ ഒരു ട്രിവിയൽ കേസ് ഉണ്ട്, അത് എടുത്ത് പറഞ്ഞിട്ടില്ല. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും പ്രിസൈസ് ആയിട്ട് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു കേസ് എന്ന് പറയുന്നത് എച്ച് ഇ ആകുന്ന കേസ് അല്ലേ. ഇഫ് എച്ച് ഈക്വൽ ടു ഇ, ക്ലിയർലി വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് എച്ച്? ഓർഡർ ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ്സ് n. അത് ക്ലിയർ ആണ്. എച്ച് ഇ അല്ലാത്ത കേസാണ് ഞാൻ താഴെ പറയുന്നത്. എച്ച് ഇ അല്ലാത്ത കേസ്, ഇ ആണെങ്കിൽ ക്ലിയർലി ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പോൾ 1 എന്തായാലും അതിനെ ഡിവൈഡ് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എച്ച് ഇ അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എച്ചിനെ ഇങ്ങനെ ഒരു എ റൈസ് ടു എം ജനറേറ്റ് ചെയ്യാം. ആ എം എൻ്റെ ഡിവൈസറും ആയിരിക്കും. നൗ by 1 what is order of h? Order of h is n by gcd of n and m. What is gcd of n and m? m n നെ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് gcd എന്തായിരിക്കും? n by m is a divisor of n by m എന്ന് പറയുന്നത് n ന്റെ ഡിവൈസർ അല്ലേ. അപ്പോൾ എല്ലാ സബ് ഗ്രൂപ്പിന്റെ ഓർഡറുകളെല്ലാം ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. This completes the solution of 8. Now 9 ഇവിടെ അതൊക്കെ ശ്രദ്ധിക്കുക. പ്രൂഫും ഇതും അഗൈൻ പ്രൂഫിന്റെ ഐഡിയ റെപ്പറ്റീഷൻ ആണ്. So 9 is if G is cyclic group generated by A and order of G is equal to n, then for each divisor A, positive divisor K of n, G has exactly one subgroup of order K, namely the cyclic group generated by A raised to n by k. നമ്മൾ ഇവിടെ 8 കണ്ടത് എന്താ? ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്താലും അതിന്റെ ഓർഡർ ജിയുടെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. ഇറ്റ്സ് എ ഡിവൈസർ ഓഫ് n which is the order of g. തിരിച്ച് now if you start with a divisor of n, ജിക്ക് ആ ഡിവൈസർ k ഓർഡർ ആയിട്ടുള്ള എക്സാക്ട്ലി ഒരു സബ് ഗ്രൂപ്പ് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. സൊല്യൂഷൻ ഈ ഓരോ വീഡിയോയും കണ്ടിന്യൂസ് ആയിട്ട് കാണരുത്. പോസ് ചെയ്ത് പുറകോട്ടൊക്കെ പോയി നോക്കി സമയമെടുത്ത് തന്നെ കാണുക. കണ്ടിന്യൂസ് വെറുതെ വീഡിയോ കണ്ടിന്യൂസ് കേട്ടിരുന്നിട്ട് കാര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ബുക്ക് എടുത്ത് വെച്ച് എഴുതി ഒക്കെ തന്നെ പഠിക്കും.
എന്നിട്ട് ഒരു തവണ കേട്ട ശേഷം വെറുതെ ഇടയ്ക്ക് വേണമെങ്കിൽ എടുത്ത് കേട്ടാൽ ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലാവും. പക്ഷെ ഒരു തവണയെങ്കിലും അത് ഇരുന്ന് എഴുതിയൊക്കെ നോക്കി പോസ് ചെയ്തൊക്കെ സമയമെടുത്ത് തന്നെ ഇത് പഠിക്കണം. അപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലോ ഗൂഗിൾ ക്ലാസ് റൂമിലോ ഷെയർ ചെയ്യാം. So the proof is, the first observation is clearly a raised to n by k എന്ന് പറയുന്ന എലിമെന്റ് k എന്നിന്റെ ഡിവൈസർ ആണെന്ന് ഓർക്കണേ. അത് ജനറേറ്റ് ചെയ്യുന്ന ഒരു സബ് ഗ്രൂപ്പ് എന്തായാലും ജിക്ക് ഉണ്ടാവും. ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ആൻഡ് വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദാറ്റ് സബ് ഗ്രൂപ്പ്? എ റേസ് ടു എൻ ബൈ കെ ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ മുമ്പ് പഠിച്ചെടുത്ത് എൻ ബൈ ജി സി ഡി ഓഫ് എൻ ആൻഡ് എൻ ബൈ കെ. എൻ ബൈ കെ എന്നിന്റെ ഡിവൈസർ ആയതുകൊണ്ട് ജി സി ഡി എന്ത് തന്നെയാണ്? എൻ ബൈ കെ തന്നെയാണ്, വിച്ച് ഈസ് സെയിം ആസ് കെ. അപ്പോൾ ആ എ റേസ് ടു എൻ ബൈ കെ ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കെ ഓർഡറുള്ള സബ് ഗ്രൂപ്പാണ്. നമുക്ക് എന്താ പറയേണ്ടത്? നമുക്ക് ഈ റിസൾട്ടിൽ പറയുന്നത് ആ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. കെ ഒരു ഡിവൈസർ ആണെങ്കിൽ കെ എലിമെന്റ്സ് ഉള്ള ഒരേ ഒരു സബ് ഗ്രൂപ്പേ ജിക്കുള്ളൂ. അതിന് ഇഫ് H is a subgroup and suppose order of H is A. So our aim is to show that, to prove H is exactly same as ഈ ഒരു ഗ്രൂപ്പ് തന്നെയാണെന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് by 7 and 8. In fact 7 അല്ലേ? by 7 Hനെ എനിക്ക് എങ്ങനെ എഴുതാം? is a raised to m, where m is a divisor of n. Sorry, 7 and 8. 8ലാണ് നമ്മൾ ഡിവൈസർ എന്ന് കാണുന്നത്. So therefore what is cardinality of H? Therefore K is same as K is the order of H അല്ലേ? order of H എന്ന് പറയുന്നത് order of a raised to m. That is same as n by GCD of n comma m. m ന്റെ ഡിവൈസർ ആയതുകൊണ്ട് this is same as n by m. So that implies m is exactly n by k and H is exactly cyclic group generated by n by k. And that completes it. അതെങ്ങനെ എളുപ്പം? നമുക്ക് 7ഉം 8ഉം ഉപയോഗിച്ച് ഇത് എളുപ്പം പറയാം. അപ്പം ഇതെല്ലാം കൂടെ ഒറ്റ തിയറമാണ്. ഈ 7, 8, 9 കൂടെ ചേരുമ്പോൾ ഒറ്റ തിയറമാണ് പുസ്തകത്തിൽ. അതിനെ 3 ക്വസ്റ്റ്യനായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തതാണ്. ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുമെങ്കിൽ ഈ പ്രൂഫുകളെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുക. ഇല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഓരോ ക്വസ്റ്റ്യനായിട്ടും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് നല്ലതുപോലെ ഇത് മനസ്സിലാക്കും. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് എളുപ്പം നമുക്ക് പറയാൻ പറ്റുന്നത്, write it as then so that for each positive, so these are the applications of the above result. Positive divisor K of n, the cyclic subgroup generated by n by k is the unique subgroup of Zn of order K. So here our group G is Zn, comma, cardinality of G is
n and g is generated by 1. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. So by and if k divides n, Zn as a unique subgroup H, which is of the form a raised to n by k. ഇവിടെ a raised to n by k ക്ക് പകരം എങ്ങനെ എഴുതുക? n by k into 1 അല്ലേ? 1 raised to n by k, that is n by k into 1. Additive notation അല്ലേ? Which is same as cyclic subgroup generated by n by k. ഇതല്ലേ നമുക്ക് അവിടെ പ്രൂവ് ചെയ്യേണ്ടത്? That is a proof. 9ന്റെ ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ. ജസ്റ്റ് ആ നൊട്ടേഷൻ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ a raised to n by k ക്ക് വരെ ഇവിടെ 1 raised to n by k, that is n by k into 1. അഡിറ്റീവ് നൊട്ടേഷൻ ആയതുകൊണ്ട് അത് n by k into 1 എന്നാവും. Okay, so application I will put this as 1. ആപ്ലിക്കേഷനിൽ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് ചെയ്യാൻ. ഈ ഒരു ആപ്ലിക്കേഷനിൽ എഴുതി നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. ഫൈൻഡ് all subgroups of Z30. ഇപ്പൊ നമുക്ക് കയ്യിലുള്ള ഇൻഫർമേഷൻ എന്താ? Z30യുടെ സബ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് എല്ലാം സൈക്ലിക് സബ് ഗ്രൂപ്പുകളാണ് അല്ലേ? സബ് ഗ്രൂപ്പുകളെല്ലാം സൈക്ലിക് ആണ്. അതായത് ഏത് സബ് ഗ്രൂപ്പ് എടുത്താലും അതിനെ ഒരു എലിമെന്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? Z30യിലെ എലിമെന്റ്സ് എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാമല്ലോ. ഏതൊക്കെ എലിമെന്റ്സ്? 0, 1, 2, etc. 29. ഓരോന്നും ജനറേറ്റ് ചെയ്യുന്ന എലിമെന്റ്സ് നോക്കിയാണ്, സോറി സബ് ഗ്രൂപ്പ്സ് നോക്കിയാണ്. 0 ജനറേറ്റ് ചെയ്യുന്നത് Z0, 1 ജനറേറ്റ് ചെയ്യുന്നത് 1 എല്ലാ എലിമെന്റിനെയും ജനറേറ്റ് ചെയ്യും അല്ലേ? Z30യെ തന്നെ ജനറേറ്റ് ചെയ്യും. നോട്ട് ദാറ്റ് all the subgroups as orders devices of the 30യുടെ ഡിവൈസസ് ആയിരിക്കും എല്ലാ സബ് ഗ്രൂപ്പിൻ്റെ. ഇതിൻ്റെ ഓർഡർ 1, ഇതിൻ്റെ ഓർഡർ 30. 2 ജനറേറ്റ് ചെയ്യുന്നത് 2, 4 etc. വരും 28, പിന്നെ 30 മീൻസ് 0. സോ ഇതിൻ്റെ ഓർഡർ എത്രയാ? പകുതി എലിമെന്റ്സ് 15. ഈ 2ന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ വേറെ വഴിയുണ്ട്. 2ന്റെ ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതനുസരിച്ച് എന്താ? മൊത്തം Z30യുടെ ഓർഡർ ഡിവൈഡ് ബൈ GCD ഓഫ് 2,30, ദാറ്റ് ഈസ് 30/2. അതാണ് അത് 15 ആയത്. ഈ 3യുടെ ഓർഡർ എത്രയാ? 3യുടെ ഓർഡർ എന്ന് പറയുന്നത് 30 ഡിവൈഡ് ബൈ GCD ഓഫ് 3,30, ദാറ്റ് ഈസ് 30 ഡിവൈഡ് ബൈ 3, ദാറ്റ് ഈസ് 10. സോ അതിവിടെ എഴുതുമ്പോൾ 3, 6, 9 ഇങ്ങനെ പോകും. ഇങ്ങനെ ലാസ്റ്റ് എലിമെന്റ് എന്തായിരിക്കും? 3, 27 അല്ലേ? 27 പിന്നെ 0. 3യുടെ മൾട്ടിപ്പിൾസ് എല്ലാം എഴുതിയാൽ മതി, 10 ഉണ്ടാവുക. ഇനി 4ന്റെ എടുക്കുമ്പോൾ 4ന്റെ ഓർഡർ എത്രയാ? 4ന്റെ ഓർഡർ എന്ന് പറയുന്നത് 30 ഡിവൈഡ് ബൈ GCD ഓഫ് 4 and 30, ദാറ്റ് ഈസ് 30 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് 50. അപ്പോൾ 4 ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 4 2-നകത്തുള്ളതല്ലേ? നോട്ട് ദാറ്റ് 4 എന്ന് പറയുന്നത് 2-നകത്തുള്ളതാണ്. അപ്പം അത് മൊത്തം 2ലെ എലിമെന്റ്സിനെ എല്ലാം ജനറേറ്റ് ചെയ്യും. സിമിലർലി 5. ഇങ്ങനെ മുഴുവൻ കണ്ടുപിടിക്കുക. അത് എക്സസൈസ് ആയിട്ട് 29 വരെ എഴുതുക. എല്ലാം എടുത്ത് എഴുതണ്ട, അത് ഓർഡർ കണ്ടുപിടിച്ചാൽ മതി. ഉദാഹരണത്തിന് ഇപ്പോൾ 29 എടുക്കുക. 29ന്റെ ഓർഡർ എത്രയാണ്? 29ന്റെ ഓർഡർ എന്ന് പറയുന്നത് 30 ഡിവൈഡ് ബൈ GCD ഓഫ്
29 and 30. 29ന്റെയും 30യുടെയും GCD എന്ന് പറയുന്നത് 1 ആണ്. സോ ദിസ് ഈസ് 30. ദാറ്റ് മീൻ 29 എന്ന് പറയുന്നത് മൊത്തം Z30യെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ 30 വാട്ട് GCD 1 ഉള്ളതെല്ലാം മൊത്തം Z30യെ ജനറേറ്റ് ചെയ്യും. ബാക്കിയുള്ളതിൻ്റെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഓരോന്നായിട്ട്. അപ്പോൾ അത് എക്സസൈസ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ വെച്ച് ഈ വീഡിയോ